ഇവനൊക്കെ പറയുന്ന കേട്ട എനിക്ക് വെറും രോമമില്ല. ഇതാണ് എടാ, നീ അമ്മായിന്നോ മാമാന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാലും എനിക്കിത് ഇതാണ് രോമം ഇല്ല കയ്യിലൊന്നും. ഇതാണ്, മനസ്സിലായോ? അതാണ് രേണുസുതി. കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ രേണുസുതി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിൽ രേണുസുതിയെ ഭയങ്കര മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടിയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ രേണുസുതി ഉണ്ടെങ്കിൽ കുറച്ച് നാൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാതാണ് പൊയ്ക്കൊണ്ടേ ഇരുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ വലിയതായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടേ ഇരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഷപ്പിൻ്റെ ഇഷ്യൂ ആയിട്ടിരുന്നതും. അതിനുശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ രേണുസുതി എടുത്തിട്ട് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അലക്കുകയും ഒരുപാട് ട്രോളിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഇരുന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല. ഇപ്പോൾ അവർക്ക് ജോലി ചെയ്യുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക, അതിനുള്ള കാര്യങ്ങളും അതിനനുസരിച്ച് പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഇതേണക്ക് സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പബ്ലിസിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് രീതിയിലേ കിട്ടത്തുള്ളൂ. ഒന്നെങ്കിൽ നല്ലത് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്നുണ്ടെങ്കിൽ ഫേമസ് ആവാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ രേണുസുതിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇമ്പാക്റ്റ് ആവാൻ തുടങ്ങി. അതിനുശേഷം ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്ക് ആ സമയത്ത് കുറച്ച് പേര് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഇതേണത്തുള്ള കാര്യങ്ങളാണ് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജോലി നോക്കി പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഇതാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇടുക, അല്ലെങ്കിൽ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ അവരെ എടുത്തിട്ട് ട്രോളുന്നത് ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടും വരുന്നുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇനി മറുപടിയായിട്ടൊരു വീഡിയോ ആയിട്ട് ഇത് കണക്ക് വരികയും അതും എടുത്തിട്ട് ആൾക്കാർ ട്രോളുകയും ചെയ്യുക. അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്ന് നോക്കിയാൽ ശരി, വേറെ ആൾക്കാരുടെ സബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ സബ്ജക്റ്റ് എന്നും കാണും. ഇത് കണക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് എപ്പോഴും അവരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരിക്കും. അതല്ലാതെ ഒരു മാറ്റമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെ ആൾക്കാർ മറക്കാതിരിക്കാൻ ഇത് കണക്ക് കോൺട്രവേഴ്സി ആയിട്ട് പോകാൻ വേണ്ടിയാണ് അവർ മാക്സിമം അത് ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.